മനുഷ്യരെ ഉണ്ടാക്കിയത് അന്യഗ്രഹ ജീവികളെന്ന പഠനം. ഭൂമിയിലെ മനുഷ്യർ തന്നെയാണ് അന്യഗ്രഹ ജീവികളെന്ന വെളിപ്പെടുത്തലുമായി മാർക്ക് ക്രിസ്റ്റഫർ ലീ. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് മനുഷ്യർ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾക്ക് പരിണാമം സംഭവിച്ചാണ് മനുഷ്യരുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് നിർണായക വെളിപ്പെടുത്തലുമായി ക്രിസ്റ്റഫർ ലീ രംഗത്തെത്തിയിരിക്കുന്നത്. പുരാതന അന്യഗ്രഹ ജീവി സിദ്ധാന്തം എന്ന പേരിൽ തയ്യാറാക്കിയ പഠനത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത്. അന്യഗ്രഹ ജീവികൾ നമ്മുടെ പൂർവികരാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഇതോടൊപ്പം അദ്ദേഹം ചേർക്കുന്നു. പുരാതന അന്യഗ്രഹ ജീവികളാണ് മനുഷ്യരെ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും നാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതും. ഭൂമിക്ക് പുറത്തുള്ള ചില ജീവജാലങ്ങൾ അന്യഗ്രഹ ജീവികൾ നടത്തിയ മനുഷ്യരുടെ നിർമ്മിതിയിൽ അനാവശ്യ ഇടപെടൽ നടത്തി. ഇതിന്റെ ഫലമായിട്ടാണ് മനുഷ്യരുടെ ജനിതക ഘടന മാറിയത്. ഈ ഇടപെടലുകളെ ദോഷമായിട്ട് വേണം ചില സമയങ്ങളിൽ വിലയിരുത്താൻ. ചിലപ്പോഴെല്ലാം നമ്മുടെ DNA-യിൽ നിന്ന് പല ഭാഗങ്ങളും നഷ്ടമാകാൻ ഇത് ഇടയാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് മോളിക്യൂളർ ബയോളജിസ്റ്റായ ഡോക്ടർ ഫ്രാൻസിസ് ക്രിക്കിന്റെ നിരീക്ഷണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാൻസ്പെർമിയ എന്ന സിദ്ധാന്തത്തിൽ ക്രിക്ക് വിശ്വസിച്ചിരുന്നു. മറ്റൊരു ഭൂമിയിൽ നിന്നുള്ള ബുദ്ധിജീവികളാണ് ഭൂമിയിൽ ജീവൻ കൊണ്ടുവന്നത് എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ബൈബിളിൽ നിന്നും ചില സന്ദർഭങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അന്യഗ്രഹ ജീവികൾ തന്നെയെന്നും അദ്ദേഹം പറയുന്നു. എങ്കിലും ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശ്രമങ്ങളെ എതിർക്കുന്നവർ ധാരാളമുണ്ട്. നമ്മളെക്കാൾ മികച്ച നാഗരികതയും സാങ്കേതിക വിദ്യയും വികസിപ്പിച്ച ഒരു സമൂഹം മറ്റേതെങ്കിലും ഗ്രഹത്തിലുണ്ടെങ്കിൽ അന്യഗ്രഹ ജീവനെ തിരയുന്ന ശ്രമങ്ങൾക്ക് നമ്മൾ തന്നെ അപകടത്തിലാക്കാനേ ഉപകരിക്കൂ എന്നാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുയരുന്ന വാദങ്ങൾ. എന്നാലും അന്യഗ്രഹ ജീവനെ പറ്റിയുള്ള അന്വേഷണം തടയാൻ അത്തരം ഭയങ്ങൾ കാരണമായിട്ടില്ല. ഭൂമിയിലേക്ക് അന്യഗ്രഹ ജീവികൾ എത്തുന്നതും നമ്മളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും നമ്മളുമായി യുദ്ധം ചെയ്യുന്നതുമൊക്കെ ഹോളിവുഡ് സിനിമകളിൽ കണ്ട് വണ്ടറടിച്ചതല്ലാതെ അങ്ങനെയൊന്ന് സത്യത്തിൽ സംഭവിച്ചാൽ എന്താകും ചെയ്യുകയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? 2012 അമേരിക്കയിൽ കെൽട്ടൺ റിസർച്ച് എന്ന സ്ഥാപനം നടത്തിയ സർവേയിൽ അമേരിക്കയിൽ 1/3 അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെന്ന് കണക്കുകൾ പറയുന്നു. ചിലരാകട്ടെ കുറച്ചുകൂടി കടന്ന് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇടയ്ക്കിടെ വന്നു പോകാറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്ത് അന്യഗ്രഹ ജീവികളുടേതായ സിഗ്നൽ ലഭിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രയാകുമെന്ന് ഒരു ഉറപ്പുമില്ല. മിക്ക രാജ്യങ്ങൾക്കും അക്കാര്യത്തിൽ ഒരു ധാരണയില്ല. ആഗോളതലത്തിൽ ഇക്കാര്യത്തിൽ ഒരു പ്രോട്ടോക്കോളും നിലവിലില്ല. അപ്പോഴെന്ത് ചെയ്യും? എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച ബഹിരാകാശ ഏജൻസിയായി അറിയപ്പെടുന്ന അമേരിക്കയുടെ നാസയും അമേരിക്കയിലെ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് അഥവാ സെതിയും അന്താരാഷ്ട്ര ആസ്ട്രോനോട്ടിക്സ് അക്കാദമിയും ഒക്കെ ചേർന്ന് 2010 ഇതിനൊരു മാർഗരേഖ തയ്യാറാക്കിയിരുന്നു. ഭൂമിയിൽ നിന്ന് നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിൽ നിന്ന് അയച്ച ഏതെങ്കിലും ഒരു സിഗ്നൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ പിടിച്ചെടുക്കുകയും അതിന് മറുപടി അയക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യുക? ഇക്കാര്യത്തിൽ മാർഗരേഖ അനുസരിച്ച് ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് കിട്ടുന്ന ഒരു സിഗ്നലിനെ ശാസ്ത്രജ്ഞർ അപഗ്രഥിക്കും. ഇത് വിവിധ രാജ്യങ്ങളുടേതായി ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങളിൽ നിന്നോ ഉള്ള സിഗ്നലുകളാണെങ്കിൽ ആദ്യമേ തന്നെ തള്ളിക്കളയും. എന്നാൽ ഇതൊന്നുമല്ലാതെ മനുഷ്യരുടേതല്ല എന്ന് സംശയിക്കുന്ന സിഗ്നലാണ് ലഭിച്ചതെങ്കിൽ അത് പല വിധത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കും. ഇതിന് ചിലപ്പോൾ ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ സമയമെടുത്തേക്കാം. ഏതെങ്കിലും പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മൂലമോ മറ്റേതെങ്കിലും വിദൂരമായ മനുഷ്യനിർമ്മിത പേടകങ്ങളിൽ നിന്നുള്ളവയോ അല്ല അത്തരം സിഗ്നലുകൾ എന്ന് പല ആവർത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. തുടർന്ന് ഇത്തരം സിഗ്നൽ മറ്റ് സമാനമായ സ്ഥാപനങ്ങളുമായി പങ്കുവച്ച് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കണം. എന്നാൽ അന്യഗ്രഹ ജീവികളുടേതെന്ന് സ്ഥിരീകരിക്കുന്നതുവരെ ഈ വിവരങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കും. ഇനി സിഗ്നൽ അന്യഗ്രഹ ജീവികളുടേതാണെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ ആ വിവരം അന്താരാഷ്ട്ര ആസ്ട്രോനോട്ടിക് അക്കാദമി, അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ തുടങ്ങിയ സ്ഥാപനങ്ങളെ ഔദ്യോഗികമായി അറിയിക്കും. ഇനി അടുത്ത പടിയായി അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം സ്ഥാപിക്കലാണ്. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങും. അന്യഗ്രഹ ജീവികളുമായി ബന്ധം സ്ഥാപിക്കാനായാൽ അവരുമായുള്ള ആശയവിനിമയത്തിന് നാസയുടെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിലെയും വിദഗ്ധരാകും അതിന് നേതൃത്വം കൊടുക്കുക.
എന്നാൽ അന്താരാഷ്ട്ര ഏജൻസികളുമായും സർക്കാരുകളുമായും കൂടിയാലോചിച്ചതിന് ശേഷമേ ഇതിന് മുതിരുകയുള്ളൂ. അവസാനം ഇക്കാര്യം സ്ഥിരീകരിച്ച് വിവരം പ്രസ്താവനയിലൂടെ സർക്കാർ സംവിധാനം വഴി പുറത്തുവിടും. മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി വ്യാജ വാർത്തകളും ദുരൂഹതാ സിദ്ധാന്തങ്ങളും പ്രചരിക്കാതിരിക്കാനാണ് ഇത്രയും മുൻകരുതൽ. ജനങ്ങളെ പരിഭ്രാന്തരാക്കാതിരിക്കാനുള്ള നടപടികളാകും സർക്കാരുകൾക്ക് ചെയ്യേണ്ടി വരിക. സാങ്കേതിക വിദ്യയിൽ ലോകത്ത് മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവിവർഗങ്ങളും മനുഷ്യരെ പോലെയോ മനുഷ്യരെക്കാളോ വികാസം പ്രാപിച്ചവർ ഉണ്ടെന്ന സത്യം ഒരുപക്ഷെ മനസ്സിലാക്കുക എന്നത് അത്യന്തം പ്രയാസമേറിയ കാര്യമാണ്. ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് അന്യഗ്രഹ ജീവികളുടെ സന്ദേശങ്ങൾ ലഭിച്ചാൽ അതിനർത്ഥം പ്രപഞ്ചത്തിൽ ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ ജീവനുണ്ടെന്നും അവയിൽ പലതും സാങ്കേതികമായി വികസിച്ചവരാകാമെന്നുമുള്ളതാണ്. അത്രയും നാൾ സിദ്ധാന്തങ്ങളായി മാത്രം കരുതിയിരുന്നവ യാഥാർത്ഥ്യമായി മാറിയേക്കാം.